നമസ്കാരം. വെള്ളാപ്പള്ളി പുതിയ പ്രവചനവുമായി എത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തോൽക്കും, കോട്ടയത്ത് മകൻ തുഷാർ വെള്ളാപ്പള്ളി ജയിക്കുകയുമില്ല എന്നാണ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാവി എന്താണെന്ന് പ്രവചിച്ചുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ പ്രവചനപ്രകാരം കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ UDF മുന്നിൽ എത്തുമെന്നും BJP ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ പച്ച തൊടില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നു. വാശിയേറിയ തെരഞ്ഞെടുപ്പ് മത്സരം നടന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ചലച്ചിത്ര നടൻ സുരേഷ് ഗോപി ഒരു കാരണവശാലും ജയിക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം അറിയില്ല, അതിൻ്റെ പോരായ്മകൾ അവിടെ ഉണ്ടായിരുന്നു. തൃശ്ശൂരിലെ രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ആളാണ് താനെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി വിജയം കണ്ടെത്തുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. കോട്ടയം ലോക്സഭാ സീറ്റിൽ BJP മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായ BDJSൻ്റെ ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്. കോട്ടയത്ത് തുഷാർ ജയിക്കില്ല എന്ന് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ആണ്. ഈ മണ്ഡലത്തിൽ ഈഴവരുടെ വോട്ടുകൾ പോലും കാര്യമായി നേടാൻ തുഷാറിന് കഴിയില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും മത്സരിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് തുഷാറിനോട് പറഞ്ഞതെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെടുന്നു. ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. എന്നാൽ ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ നേടുമെന്നും അദ്ദേഹം പറയുന്നു. ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് നേടിയാൽ അതിൻ്റെ ക്ഷീണം അനുഭവിക്കേണ്ടി വരിക കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണുഗോപാലായിരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ കണക്ക് കൂട്ടുന്നു. ആലപ്പുഴയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആരിഫിനായിരിക്കും BJP സ്ഥാനാർത്ഥി കൂടുതൽ വോട്ട് നേടിയാൽ അതിൻ്റെ ഗുണം കിട്ടുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ മാത്രം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും കാര്യമായ നേട്ടമുണ്ടാക്കിയെടുക്കാൻ BJP പാർട്ടിക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇത് പരിശോധിക്കേണ്ടത് ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഭരണത്തിലിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ജനകീയമായ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങണമെന്നും നിലവിൽ ജനങ്ങൾക്ക് വലിയ ഭാരമുണ്ടാക്കുന്ന നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് പരിശോധിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ട് നേടാൻ വേണ്ടി ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിറകെ നടക്കുന്ന ഏർപ്പാട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയും ന്യൂനപക്ഷ പ്രേമമാണ് ഈ തെരഞ്ഞെടുപ്പിലും പ്രകടമാക്കിയത് എന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ സമുദായ പട്ടികയിൽ നിൽക്കുന്ന ഈഴവ സമുദായത്തിൻ്റെ കാര്യത്തിൽ എല്ലാ സർക്കാരുകളും അവഗണനയാണ് കാണിച്ചിട്ടുള്ളത് എന്നും വെള്ളാപ്പള്ളി നടേശൻ പരിഭവമായി പറഞ്ഞിട്ടുണ്ട്. നന്ദി.